ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു അടിപൊളി ചെട്ടിനാട് നെക്വയറുമായിട്ടാണ്. അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കമാലിയിലുള്ള നമ്മുടെ ചുങ്കത്ത് ജ്വല്ലറിയിലാണ്. ഈ ചെട്ടിനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യങ് ബ്രൈഡ്സിന് അതുപോലെ എല്ലാവർക്കും തന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇഷ്ടമാണ്. കാരണം ഒരുപാട് യെല്ലോയിഷ് കളറായിട്ടുള്ള ഗോൾഡ് ആൾക്കാർക്ക് അതിനോടുള്ള പ്രിയം കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഓക്സിഡൈസ്ഡ് അതുപോലെ വേറെ ചെറിയ കളർ ചെറുതായിട്ട് ഇങ്ങനെ റെഡിഷ് കോമ്പിനേഷൻ അല്ലെങ്കിൽ കുറച്ച് ബ്ലാക്കിഷ് കളറിലൊക്കെയുള്ള ഗോൾഡ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം കൂടി വരുവാണ് അതിനോടൊക്കെ അല്ലേ. അപ്പം ചെറിയ ഒരു റെഡിഷ് ഷെയ്ഡുള്ള ചെട്ടിനാട് ഓർണമെൻ്റാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. ഒരു നല്ലൊരു അടിപൊളി നെക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. അതിനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ചും എന്താ പറയുക, ഓരോ മുത്തിലാണെങ്കിലും അല്ലെങ്കിൽ പെൻഡൻറ്റിലാണെങ്കിലും ഒരുപാട് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം. ഇതുണ്ടോ, ഓരോ മുത്തും ചെയ്തിരിക്കുന്ന മുത്ത് തന്നെ സാധാരണ റൗണ്ട് മുത്താണ് വരുന്നത്. ഇത് ഒരു ഭയങ്കര എന്തോ ഷേപ്പിലുള്ള ഒരു മുത്താണ്, നല്ലൊരു കോളാമ്പിയുടെ ഒക്കെ ഷേപ്പിലുള്ളൊരു മുത്താണ്. അതുപോലെ അതിൻ്റെ ഓരോ അറ്റത്തും പോട്ട സ്റ്റോൺസ്, റെഡ് കളറിലുള്ള പോട്ട സ്റ്റോൺസ് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് മുത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് മുത്തിൻ്റെയും നടുക്ക് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു മുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ചെയിന് ഫുള്ള് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ പെൻഡൻറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ക്വയർ ഷേപ്പ് പെൻഡൻറ്റിൽ പോട്ട സ്റ്റോൺസ് വെച്ചിട്ട് താഴെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ചെറിയ ലീഫ് പോലത്തെ പെറ്റൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു മാങ്ങ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ഫ്ലോറൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും ലീഫും അതുപോലെ സൈഡിൽ നടുക്കൊരു ഫ്ലവറും മുത്തും അതുപോലെ പോട്ട സ്റ്റോൺസ് ഒക്കെ ആയിട്ട് ഒത്തിരി നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ഹാങ്ങിങ്സ് ഉണ്ട്, മേളിലും ചെറിയ ലീഫും അതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു അടിപൊളി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു സാരി, ഒരു വർക്കും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ഒരു ക്രേപ്പ് സാരിയോ അല്ലെങ്കിൽ ഒരു പക്ഷേ സെറ്റ് സാരിയോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, കസവ് സാരി ആണെങ്കിലും ഏതൊരു സാരിയുടെ കൂടെ ആണെങ്കിലും ഈ ഒരൊറ്റ മാല, ഈവൻ കമ്മൽ ഇട്ടില്ലെങ്കിലും, കമ്മലിടാതെ മാല ക്യാരി ഔട്ട് ചെയ്യുന്ന ഫാഷൻ നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കമ്മൽ ഇട്ടിട്ട് ഈ ഒരൊറ്റ പിക്സ് ആയിട്ട് ഇടുന്ന അറിയാം, വളയൊന്നും ഇടാതെ. സോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്യാരി ഔട്ട് ചെയ്യാം. അതിപ്പോൾ ഒരു ഫംഗ്ഷൻ, നമ്മുടെ സ്വന്തം കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും മാരേജിനോ അല്ലെങ്കിൽ ഇതിനൊന്നും അല്ലാതെ നമുക്കൊരു നല്ലൊരു എന്താ പറയുക, കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു പാർട്ടിയിലോ എവിടെ പോവുകയാണെങ്കിലും ഈ ഒരൊറ്റ പീസും നമ്മുടെ ഡ്രസ് കോഡും അനുസരിച്ച് നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്ത് ഇട്ടുകൊണ്ട് പോകാവുന്നതാണ്. അപ്പം ഇതുപോലെ അമേസിങ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് പീസസ് നമ്മുടെ ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലിയിലുണ്ട്. അപ്പോൾ പർച്ചേസിങ് പ്ലാൻസ് ഒക്കെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടാവും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. സമയം കളയേണ്ട, ഓടിപ്പോരെ. അപ്പം മറക്കണ്ട, അങ്കമാലിയിലുള്ള ചുങ്കത്ത് ജ്വല്ലറിയിൽ ഇതുപോലെ ഒരുപാട് പീസസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഞാൻ കാണിച്ച നെക്വയർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടന്റ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.